ഡിസ്ക്ലൈമർ, ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടോ, കാരണത്ത് വെളിച്ചം കുറവായിരുന്നു. ഓണം റിലീസിൽ വന്ന ഒരു സിനിമ കാണാൻ പോയതാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ശരിക്കും ഈ പടം കാണാൻ വേണ്ടി റിവ്യൂ കണ്ടിട്ടാണ് ഈ പടം കാണാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചത്. അപ്പം ഞാനിന്ന് പടം കാണാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നപ്പോഴത്തേക്കും ബിജിൻ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഈ പടത്തിന് പോയാലെന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും ഒറ്റ മൈൻഡിൽ പടത്തിന് വന്ന് നമ്മൾ 4 പേരായിട്ടാണ് പോയത്. സിനിമയ്ക്ക് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. റിവ്യൂ കണ്ടപ്പോഴത്തേക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ റിവ്യൂവിനകത്തൊക്കെ പറയാനുണ്ടായിരുന്നു കുറേ ക്യാമിയോ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും വക വയ്ക്കാതെ കാര്യമാക്കാതെ പോയി. വെറുതെ ഒരു പടം കാണാമെന്ന രീതിക്ക് പോയി. എൻ്റെ പൊന്നെ, മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഹീറോ പടം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനു മുന്നേ വന്നിട്ടുള്ള മിന്നൽ മുരളി വന്ന്. പക്ഷേ ഇത് ഒരു ഞെട്ടിക്കുന്ന ടൈപ്പാണ്. കിടിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ക്യാമിയോ എന്ന് പറയുമ്പം ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും ഇടയിൽ. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ ഇവിടെ ഒരു മിന്നായം പോലെ വന്ന് പോണ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സെറ്റ് പടമുണ്ട് എല്ലാവരും. ഡൊമിനിക് അരുണാണ് സംവിധാനം ചെയ്തേക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കല്യാണി പ്രിയദർശൻ വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് ഇത് കണ്ടിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യണ ഗ്രിഫിക്സ് പറഞ്ഞായിരുന്നു, ചേട്ടാ റെക്കോർഡിങ് ചെയ്യണം. കുഴപ്പമില്ല. ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യണ ഗ്രിഫിക്സ് പറഞ്ഞായിരുന്നു, ചേട്ടാ എനിക്ക് ട്രെയിലറൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ കല്യാണി പ്രിയദർശൻ വേണ്ടായിരുന്നു, അവൾക്കൊരു ഗുമ്മില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷേ ഗ്രിഫിക്സ് ഈ പടം ഉറപ്പായിട്ട് പോയി കാണണം. കല്യാണി പ്രിയദർശൻ ഒരു രക്ഷയില്ല. കിടിലം വെച്ചാൽ കിടിലം അമ്മാതിരി. നമ്മളൊരു ഇപ്പം ഒരു വിജയുടെ സിനിമ അല്ലെങ്കിൽ ഒരു ടൊവിനോ ഒരു ഹീറോ ആയിട്ടുള്ളൊരു സിനിമ നമ്മളെങ്ങനെയാണോ പോയി കാണുന്നത്, അതുപോലെ നമ്മളൊരു ഹീറോയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു പടം നമ്മളെങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെയാണ് ഈ പടത്തിനും. അത്രയ്ക്കും സെറ്റപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കല്യാണി പ്രിയദർശൻ. നമുക്ക് കാണുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടപ്പെടും ആ ക്യാരക്ടർ. അതുപോലെ തന്നെ നസ്ലീൻ ആണെങ്കിലും ചന്തു ആണെങ്കിലും പിന്നെ മറ്റേ അവൻ്റെ പേരെന്തോന്ന് അരുൺ കുര്യൻ, ഇവർ 3 പേരും കിടിലാണ്. ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഓരോ സീരിയസ് ആയിട്ടുള്ള ഓരോ സീന് വരുമ്പോഴത്തേക്കും ആ സീന് ഇവര് കോമഡി ആക്കി കളയും. അതായത് നമ്മളിങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അവരുടെ ഓരോ എക്സ്പ്രഷൻ കൊണ്ടും അവരുടെ ഓരോ ഡയലോഗ് കൊണ്ടും. സലീം കുമാർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചന്തു. ഒരു മാറ്റമില്ല. നമ്മൾ സലീം കുമാറിന്റെ ഏത് സിനിമയിലും മറ്റേ പുലിവാൽ കല്യാണത്തിലും അത് ടൈമിങ്ങിന് കോമഡി പറയണം. പിന്നെ മറ്റേ നമ്മളെ ഇടയിലൊരു ഇതാണല്ലോ ഒരു ഡാർക്കായിട്ടുള്ള കോമഡിയൊക്കെ പറയണേ, ആ സെറ്റപ്പ് അതേ സംഭവമാണ് ചന്തു. അവർ 3 പേരും കിടിലമാണ്. പിന്നെ പറഞ്ഞ ക്യാമിയോ എല്ലാം ഞെട്ടിക്കണയാണ്. ഞാൻ ഇപ്പം പടം കാണാൻ പോണവരടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പടം കഴിയുമ്പോൾ പടം ക്ലൈമാക്സ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കാസ്റ്റ് എഴുതി കാണിക്കും. അത് എഴുതി കാണിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും ഇത് കഴിഞ്ഞതെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം വരും, ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോഴേ ആ സംഭവം നമ്മൾ അയാളെ കണ്ട് ഞെട്ടി ഇരിക്കുമ്പോഴത്തേക്കും അടുത്ത് വീണ്ടും ക്രെഡിറ്റ്സ് വരും. ക്രെഡിറ്റ്സ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോവും. അപ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങിപ്പോയി. ഏകദേശം ഞാനും ഇറങ്ങി ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കുമാണ് അടുത്ത് വീണ്ടും ഒരു സീൻ വന്നത്. അത് വീണ്ടും ഞെട്ടിച്ച്. അപ്പം പടം കാണാൻ പോണവര് ഈ കാസ്റ്റ് എഴുതി കാണിച്ചിട്ട് അത് അപ്പോഴും വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർ ഇറക്കി വിടണവരെ ഇരിക്കണം. തിയേറ്ററിൽ ഇറങ്ങി പോകാൻ പറയണവർ അവിടെ ഇരിക്കണം. അമ്മാതിരി സംഭവമാണ് ഇതിനകത്ത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതിനകത്ത് സ്ക്രീൻ പ്ലേ ചെയ്തേക്കണത് ഡൊമിനിക് അരുൺ സംവിധായകൻ ഡൊമിനിക് അരുണിൻ്റെ കൂടെ തന്നെ നമ്മുടെ തരംഗം സിനിമയുടെ ഹീറോയിനുണ്ട് ശാന്തി ബാലചന്ദ്രൻ. ആ പുള്ളിക്കാരിയും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള എല്ലാ സംഭവവും പടത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ അവസാനം വരെയും പടം നമ്മൾ കാണുന്നത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. നമുക്ക് കൺവിൻസിങ് ആവണ രീതിക്കാണ് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. അതായത് എന്താണിങ്ങനെ ഈ ജനറേഷനിലാവുമ്പോഴും ഇതെന്താണിങ്ങനെ, അത് വിജയരാഘവൻ ഇടയ്ക്കൊരു സ്റ്റോറി പോലെ പറയുന്നുണ്ട്. അതൊക്കെ കൊച്ചു പിള്ളേർക്കാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് തരണുണ്ട്. അപ്പം ആര് പോയി കണ്ടാലും നിങ്ങൾക്ക് എന്തായാലും
ഇപ്പം ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും യങ്സ്റ്റേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഈ പടം പോയാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. മനസ്സിലാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതുപോലെ തന്നെ ഓണത്തിന് കൊടുത്ത പൈസയ്ക്ക് ഒട്ടായിട്ടുള്ള ഒരു മൂവിയാണ്. ഇറങ്ങിയതിൽ ബെസ്റ്റ് പടം എന്ന് വേണേൽ പറയാം. അവ ഇന്നലെ മറ്റേ ഓടും കുതിര ചാടും കുതിര കണ്ടായിരുന്നു. അതിന്റെ റിവ്യൂ അവൻ വേണമെങ്കിൽ പറയട്ടെ. ഓടും കുതിര ചാടും കുതിര അവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇന്ന് നമ്മളിതിന് പോകാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോഴത്തേക്കും പിന്നെ ഹൃദയപൂർവ്വം കൊള്ളാന്ന് പറയുന്നുണ്ട്. ഓണത്തിന് റിലീസ് ആയത്. ഇനി ഓണത്തിന് അത് പടം റിലീസുണ്ട്. ഇനി മലയാളത്തിന് അതിനുണ്ട്. ഇനി ഒന്നും ഇല്ലെന്നോ? ബൾട്ടി ഉണ്ടല്ലോ. അതുണ്ടോ? ബൾട്ടി ഓണത്തിനല്ലേ റിലീസ്? പക്ഷെ എന്താണെന്ന് അറിയില്ല. ബൾട്ടി ഓണത്തിനാണ് റിലീസ് എന്ന് തോന്നുന്നു, ഷൈനികത്തിന്റെ. പിന്നെ ഇനിയുള്ളത് മദ്രാസി ഓണത്തിന്റെ അന്ന്. അപ്പം ഇപ്പൊ എന്തായാലും ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. OTT വരുമ്പോൾ കാണാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കല്ലേ, കാര്യമില്ല. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. നമ്മുടെ മലയാളത്തിന്റെ ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. അതും നമ്മുടെ മലയാളത്തിന്റെ മാർവൽ. ഞാൻ മാർവൽ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനെ കുറിച്ച് പറയണില്ല. മലയാളത്തിന്റെ മാർവല് എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ കണ്ടിട്ട്. നമ്മുടെ എന്താ പറയാ, ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം ഇതിനകത്തുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളതും കറക്റ്റായിട്ട് പറഞ്ഞ് തരണുണ്ടെല്ലാം. ഒരു സീനും നമുക്ക് ബോറായിട്ട് തോന്നിയിട്ടില്ല, ഒരു സീനിലും നമുക്ക് ലാഗ് തോന്നിയിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ, ഫാമിലി ആയിട്ട് പോയിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കിടില മൂവിയാണ് ലോക ചാപ്റ്റർ 1. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ജാക്സ് ബിജോയ് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഈ പടത്തിൽ. BGM ആണെങ്കിലും എല്ലാം ആ സ്കോറെല്ലാം കറക്റ്റായിട്ട് ആ ടൈമിങ്ങിനനുസരിച്ച് പക്കായിട്ട് കിടുക്കിയിട്ടുണ്ട്. അപ്പോൾ പടം കാണാത്തവർ പോയി കാണുക. ഓണത്തിന് ഇനിയിപ്പോൾ ലീവൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ആ ലീവുള്ള ദിവസങ്ങളിൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഒരുപാട് തിരക്ക് വരും. ഇന്ന് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ പോയി സിനിമ ഉറപ്പായിട്ട് കാണുക. OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കല്ലേ. അപ്പോൾ ഇതാണ് സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.